ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും എവിക്റ്റ് ആയി പോയ മത്സരാർത്ഥികൾ അവരിപ്പോൾ ഈ വീക്കിൽ മടങ്ങി വരികയാണ്. കുറച്ച് ആൾക്കാർ അതിനകത്തേക്ക് കയറി. മുൻഷി രഞ്ജിത്തുണ്ട്, അപ്പാനി ശരത്തുണ്ട്, സരികയുണ്ട്, ശാരികയുണ്ട്, ശൈത്യയുണ്ട്, ബിൻസിയുണ്ട്. കണ്ണുനീരോടുകൂടി പലപ്പോഴായി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് ഇവരാണ് കപ്പുയർത്തിയ ആൾക്കാർ എന്ന മനോഭാവത്തിലാണ്. അവരുടെ ആ സംസാര രീതികളും നെകളഭാവവും ഒക്കെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ വെറും അടിമകളും ഇവരൊക്കെ ഈ ഷോയുടെ നടത്തിപ്പുകാരാണെന്നോ അല്ലെങ്കിൽ വലിയ മുതലാളിമാരോ ടൈറ്റിൽ വിന്നറോ ഒക്കെ ആണെന്നുള്ള ഭാവമാണ്. എന്തൊരു അഹങ്കാരമാണിത്. ബിഗ് ബോസ് വീട്ടിൽ ഒരു റീയൂണിയൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവർ മടങ്ങി വരുന്നതിന് മുൻപ് പുറത്തു വെച്ച് തന്നെ പ്ലാൻ ചെയ്തത് അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി ലഭിക്കുന്ന ഒരു അവസരം അത് മുതലാക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ശൈത്യ ആ വീട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നിന്നോടത് ചോദിക്കുക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഇവിടെ ആരെങ്കിലും കപ്പ് പൊക്കുന്നത് കാണാനോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ആഘോഷിക്കാനോ അല്ല എന്ന്. എങ്ങനെയുണ്ട് മനോഭാവം? ശരിക്കും ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന് മറുപടിയുണ്ട്: അസൂയ മാത്രമാണ്. എന്നാലും അസൂയ എന്നുള്ള 3 അക്ഷരത്തിന് ഇത്രയും അപാരമായ ശക്തിയുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. ഒരു പെണ്ണ് കപ്പുയർത്തുവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? പെണ്ണുങ്ങൾ തന്നെയാണ്. ആ വീട്ടിലുള്ള ആണുങ്ങൾക്കൊന്നും ഇത്രയും കുശുമ്പും കുന്നായ്മയൊന്നുമില്ല. ഈ വീട്ടിൽ ഇവർ വന്നു കയറിയ സമയം മുതൽ ഏറ്റവും അധികം ഇവരെല്ലാം ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തത് അനുമോൾ എന്നൊരു വ്യക്തിയെ മാത്രമാണ്. അതെന്തുകൊണ്ടായിരുന്നു? അതും അസൂയ കൊണ്ട് മാത്രമാണ്. അതായത് ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെക്കാളും അധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അനുമോൾ. ധാരാളം വേദികളിൽ അവർ പോയിട്ടുണ്ട്. അവരെ ലോകം അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഉൾക്കൊള്ളുവാൻ ഇവർക്കെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിസ്സാരമായ വിഷയങ്ങൾക്ക് അവർക്കെതിരെ കൊമ്പ് കോർക്കുക. ഇനി ഒരാൾക്കാണ് പ്രശ്നം എന്ന് വെച്ചു, ഒരാളല്ല ആക്രമിക്കാൻ പോകുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കുകയാണ്. അനുമോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ, അനുമോൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരാരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ പിന്നീട് ഇവരെല്ലാവരും കൂടി വേട്ടപ്പട്ടിയുടെ റോൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരുമിച്ചങ്ങ് വേട്ടയാടുക, ആക്രമിക്കുക. അവർ കരയുന്നത് കാണുമ്പോഴേക്കും അത് നാടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിലും ഇരുന്ന് പരിഹസിക്കുക. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തു പറ്റി? ഇപ്പോൾ അനുമോൾ കപ്പെടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നു. അതൊരിക്കലും സംഭവിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ കയറി ചെന്ന് നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുക. ഇനി എങ്ങാനും അനുമോൾ തിരികെ പ്രതികരിച്ചാലോ? അങ്ങനെ പ്രതികരിക്കുമ്പോൾ അവർ നെഗറ്റീവ് ആയാലോ? അങ്ങനെ നെഗറ്റീവ് ആയാൽ അവർക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യത അതിൽ കൂടി കുറഞ്ഞാലോ? ഈ ചിന്തയിലൊക്കെയാണ് ആക്രമിക്കുവാൻ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുന്നത്. സത്യത്തിൽ സാമാന്യ ബോധമുള്ളവരാരും ഈ ഫിനാലെ വീക്കിൽ കാണിക്കാത്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈ വലിയ മിടുക്കുകൾ എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഏറ്റവും വലിയ മിടുക്കിയായി ചമഞ്ഞു നടക്കുന്ന ശാരികയൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ അമ്പരന്നു പോവുകയാണ്. ചിരി തന്നെയാണ് വരുന്നത്. ഇവർക്കൊന്നും ഒരു വെളിവും ബോധവും ഉള്ളവരല്ല. അനുമോൾ എന്നൊരു മത്സരാർത്ഥിക്ക് നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്ത ഹൈപ്പ് അത് ചില്ലറയും ചില്ലുവാനും ഒന്നുമല്ല. ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ തുടങ്ങി. അവർ കരയുന്നു, നിങ്ങൾ അത് കണ്ടുകൊണ്ട് കൈയടിച്ച് ചിരിക്കുന്നു. അവരെ ഏതെല്ലാം തരത്തിൽ മുറിവേൽപ്പിക്കാമോ, ഏതെല്ലാം തരത്തിൽ അവരെ ആക്ഷേപിക്കാമോ അതിന്റെ എല്ലാം മാക്സിമം നിങ്ങൾ പുറത്തെടുത്തു. അവസാനം നിങ്ങൾ ഓരോരുത്തരായി പത്തി മടക്കി അതിനകത്തുനിന്ന് പുറത്തുപോയി. അതിനേക്കാൾ നല്ലത് നിങ്ങളെ ഓരോരുത്തരെ പ്രേക്ഷകരെടുത്ത് പുറത്തു കളഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. എന്നാൽ നിങ്ങളാൽ ആക്രമിക്കപ്പെട്ട വ്യക്തി ഒടുവിൽ ഇതാ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്വാഭാവികമാണ് നിങ്ങൾക്ക് അസൂയ തോന്നും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അവസ്ഥയിലേക്ക് അനുമോളെ കൊണ്ടുവന്നെത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അല്ലാതെ അവർ ഗെയിം കളിച്ചത് കൊണ്ടോ അവരെല്ലാ ടാസ്കിലും വിജയിച്ചത് കൊണ്ടോ അവരുടെ മാസ്മരികമായ പ്രകടനം കണ്ടുകൊണ്ട് എല്ലാവരും അമ്പരന്നിരുന്നത് കൊണ്ടോ ഒന്നുമല്ല. നിങ്ങളെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് ഒടുവിൽ അവർക്ക് ജനഹൃദയങ്ങളിൽ ഒരിടം നിങ്ങൾ നേടിക്കൊടുത്തു. കഴിഞ്ഞ ഓരോ സീസണുകളിലെയും മത്സരാർത്ഥികൾ ചെയ്ത തെറ്റ്, ആ തെറ്റ് നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ ഒരാളിനെ കൂട്ടം കൂടി ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന വ്യക്തിയെ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ള ആ നഗ്ന സത്യം നിങ്ങളുടെ മുൻപിൽ പല ആവർത്തി ചരിത്രം എഴുതി വെച്ചിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ അതേ തെറ്റ് തന്നെ ആവർത്തിച്ചു. അങ്ങനെ നിരന്തരമായ ആക്രമണങ്ങളുടെ മുമ്പിൽ വീണ് കിടക്കുന്ന ഒരാളിനെ വളഞ്ഞിട്ട് വീണ്ടും ആക്രമിക്കുവാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ചേർത്ത് പിടിക്കുവാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറം ലോകത്ത് നിൽക്കുന്ന ശുദ്ധ മനസാക്ഷിയുള്ള ഒരു കൂട്ടം ആൾക്കാർ എത്തും. അത് സ്വാഭാവികമായ കാര്യമാണ്. അത് കണ്ടിട്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെ PR ഉള്ളത് കൊണ്ടാണ് അനുമോൾ അവിടെ പിടിച്ചു നിന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ആ വീട്ടിൽ ആർക്കാണ് PR ഇല്ലാത്തത്? ഈ പുറത്തുപോയ നിങ്ങൾ ഓരോരുത്തരും PR വർക്കിന് വേണ്ടി പണം മുടക്കിയിട്ട് പോയ ആൾക്കാരാണ്. പക്ഷേ PR വർക്ക് ഉള്ളത് കൊണ്ടൊന്നും വിജയിക്കണമെന്നില്ല എന്നത് നിങ്ങളുടെ അനുഭവത്തിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് കാരണം? എന്തെങ്കിലുമൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയെങ്കിൽ മാത്രമേ
PR വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങളെ വെളുപ്പിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ അതുപോലും അവിടെ ചെയ്തില്ല. നിങ്ങളുടെ ഗെയിമിനെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവരെ എന്റർടൈൻ ചെയ്യിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അങ്ങനെ ഓരോരുത്തരും ഓരോ ആഴ്ച പുറത്തുപോയി. പക്ഷേ അനുമോൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് PR വർക്ക് കൊണ്ടല്ല, നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അനുമോൾ ഇപ്പോൾ ഫൈനൽ 7ലേക്ക് എത്തിയിട്ടുള്ളത്. അല്പമെങ്കിലും ബുദ്ധിയുള്ളവരായിരുന്നുവെങ്കിൽ നിങ്ങൾ ചിരിച്ചു കളിച്ച് നിങ്ങൾക്ക് ലഭിച്ച അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ വിവരക്കേട് കാണിക്കുവാൻ വന്നു. ഇപ്പോഴും നിങ്ങൾ അതിബുദ്ധിയുമായിട്ടാണ് അകത്തേക്ക് കയറിയത്. ശൈത്യ അനുമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. എത്ര മോശവും എത്ര വില കുറഞ്ഞതുമായിട്ടുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഇതെല്ലാം കേട്ടിട്ടും ഒരു മറുപടിയും പറയാതെ സൈലന്റ് ആയിട്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്നു ആ പെൺകുട്ടി. ചില മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്ക് ഒന്ന് പരിശോധിച്ചപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അനുമോൾക്കെതിരെ പോസ്റ്റുകളുമായിട്ട് രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയാമോ? ശൈത്യ കുണുമോൾക്കെതിരെ ആഞ്ഞടിച്ചു. ശൈത്യയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാതെ ഓടി രക്ഷപ്പെട്ടു കുണുമോൾ. എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നത്? നിങ്ങളുടെയൊക്കെ മനസാക്ഷി. അനുമോള് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബിൻസിയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് നിങ്ങളിൽ എത്ര ആൾക്കാർ കേട്ടു? അത് കേട്ടില്ലെങ്കിൽ ദാ ഇതൊന്ന് കേട്ടോളൂ. അങ്ങനെയൊക്കെ സംസാരിക്കുവോ? അവളെ ന്യായീകരിക്കല്ല, പുറത്തെന്താ നടക്കുന്നത് അറിയത്തില്ലല്ലോ. അറിയില്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇത്രയും സംസാരിച്ചു. എനിക്ക് കുറെ കാര്യം നിനക്കും അറിയാം. അവളുടെ കഥ, ഇവിടുത്തെ കഥ, നമ്മൾ പറഞ്ഞിട്ടുള്ള കഥ ഇതുവരെ ഞാൻ ആ കഥയുടെ പറഞ്ഞിട്ടില്ല. അത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അത് ആ കഥ നല്ലതാണോ നീ പറ? അല്ല അല്ല, മാന്യത എന്റെ മാന്യത. എനിക്ക് വേണമെങ്കിൽ വിളിച്ച് കൂവായിരുന്നു. അന്ന് ഇവിടെ അവൾ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ കരണം അടിച്ച് പൊട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് എന്നെയും മറ്റേ 1000 കഥ പറഞ്ഞിട്ട് എടുത്തിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ആ കഥ എടുത്തിടായിരുന്നു. ഇവിടെ നാറും പുറത്തിറങ്ങി നടക്കൂല അവള്. അല്ലേ? എന്തൊക്കെയാ തമ്പുരാനെ നമ്മൾ ഈ കേൾക്കുന്നത്? നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും പലതും ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അനുമോളുടെ ഉള്ളിൽ അത് രഹസ്യമായിട്ട് ഇരിക്കുകയാണ്. അവിടെ പല ആൾക്കാർക്കും ഇതൊക്കെ അറിയാം. ബിൻസിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഈ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല. അത് പറയാത്തത് എന്റെ മാന്യത. അത് ഞാൻ പറഞ്ഞാൽ ഇവൾ പുറത്തിറങ്ങി നടക്കില്ല, ഇവൾ നാറും. എന്തിനാ കൊച്ചേ ആവശ്യമില്ലാതെ വടി കൊടുത്ത് അടിമേടിക്കാൻ വന്നത്? അനുമോൾ ഇപ്പോഴീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഇത് അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുവാൻ തുടങ്ങും. അതെ, ബിഗ് ബോസ് പുറത്തുവിടാത്ത, ആരും സംസാരിക്കാൻ തയ്യാറാകാത്ത എന്തോ ഗൗരവമുള്ള കുറ്റം നിങ്ങൾ അതിനകത്ത് ചെയ്തു, ഉടായിപ്പ് കാണിച്ചു. ആ ഉടായിപ്പിനെ കുറിച്ച് അനുമോൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ നാറും, നിങ്ങൾ പുറത്തിറങ്ങി നടക്കില്ല എന്ന് പറയുമ്പോൾ സംഗതി കൈവിട്ട കളികൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതെ, അത് തന്നെയാണ് അനുമോൾ പറയുന്നത്. ഇത്രയും നിലവാരമില്ലാത്ത വർത്തമാനം നിങ്ങൾ പറഞ്ഞിട്ടും അതവർ തുറന്നു പറയാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അത് അനുമോളുടെ ക്വാളിറ്റി. ബിൻസിയോട് അവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ആദിലയും നൂറയുമായിട്ട് ഇവിടെ വഴക്കുണ്ടാകാറുണ്ട്. ആ വഴക്കുണ്ടാകുന്ന സമയത്ത് ദേഷ്യം വരുമ്പോൾ ആദിലേക്ക് എന്തെല്ലാം വൃത്തികെട്ട വർത്തമാനങ്ങളാണ് പറയുന്നത്. അതേ രീതിയിൽ ഞാൻ പ്രതികരിക്കാറില്ല. എല്ലാം കേട്ട് ഞാൻ ക്ഷമയോടുകൂടി നിൽക്കും. അതൊരു വ്യക്തിയുടെ ക്വാളിറ്റി തന്നെയാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദിലയോട് ചോദിക്കുന്നുണ്ട്, പിശാച് എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന്. അത് കേട്ടിട്ട് അനുമോൾ തിരിച്ചങ്ങനെയൊന്നും പ്രതികരിച്ചില്ലല്ലോ. അപ്പോഴും ആദില എന്താണ് പറയുന്നത്? ഞങ്ങള് കൂട്ടുകൂടുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറുള്ളതാണ് ലാലേട്ട എന്ന് പറഞ്ഞ് അതിനെ തമാശവൽക്കരിച്ച് വിട്ടുകളഞ്ഞു. അതെ, ഈ ദേഷ്യം എന്ന് പറയുന്ന സംഭവം അത് ഒരാൾക്ക് മാത്രമുള്ളതല്ല. വൃത്തികേട് പറയുവാൻ ഒരാൾക്ക് മാത്രമല്ല അറിയാവുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ നല്ല ഒന്നാന്തരം തെറി അറിയാവുന്നവരാണ്. പക്ഷെ നമ്മളാരും ദേഷ്യം വരുമ്പോൾ പച്ച തെറികൾ വിളിച്ച് പറയാറില്ലല്ലോ. എന്നാൽ ചില ആൾക്കാർ വെറുതെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുഴുത്ത ചീത്തകൾ മാത്രമായിരിക്കും പറയുന്നത്. രണ്ട് കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാധാരണ കാര്യങ്ങൾ സംബോധന ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു 10 തെറിവാക്കുകൾ ഉച്ചരിക്കാറുണ്ട്. എന്താണ് അതിന്റെ കാര്യം? ഇതൊക്കെ ഓരോരുത്തരുടെ നിലവാരമാണ്. അനുമോളുടെ ഭാഷയിൽ പറഞ്ഞാൽ വളർത്തുദോഷം എന്ന് തന്നെ പറയാം. തന്തയും തള്ളയും ചോറ് കൊടുത്ത് വളർത്തിയപ്പോൾ ചൊല്ലുകൂടി കൊടുക്കണമായിരുന്നു. ചൊല്ലും ചോറുമെന്നാണ് പഴമക്കാർ പഴഞ്ചൊല്ല് പറയാറുള്ളത്. അതെ, മക്കളെ വളർത്തുമ്പോൾ ബ്രോയിലർ കോഴിയെ പോലെ തീറ്റി മാത്രം കൊടുത്ത് വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോഷ്യൽ മീഡിയ ശൈത്യയെ ആക്രമിച്ചിട്ടുണ്ട്, കട്ടപ്പ എന്ന് വിളിച്ചിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സങ്കടവും ഉണ്ടാവും. പക്ഷേ അത് സംസാരിച്ച് തീർക്കാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ഭാഷകളല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ടോൺ ചേഞ്ച് ആയി എന്ന് മനസ്സിലായപ്പോഴാണ് അനുമോൾ അവിടെ എഴുന്നേറ്റ് പോയത്. അനുമോൾ എഴുന്നേറ്റ് പോയപ്പോൾ അത് നിങ്ങളെ കൂടുതൽ ട്രിഗർ ചെയ്തു. ആ സമയത്ത് നിങ്ങൾ അനീഷിനെ അതിനകത്തേക്ക് വലിച്ചിഴച്ചു. സ്റ്റാർ മാജിക്കിലെ തങ്കച്ചനെ ചേർത്തുകൊണ്ട് നിങ്ങൾ അപവാദം പറഞ്ഞു. അനുമോളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ മുഖം നോക്കി അടിച്ചിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവരുടെ പാട് നോക്കി പോയനെ. പക്ഷേ എല്ലാം മിണ്ടാതിരുന്ന് കേട്ടത് അത് അവരുടെ ക്വാളിറ്റി തന്നെയാണ്. എന്നിട്ടോ അവസാനം എല്ലാം കൈവിട്ട് പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പാതിരാത്രിയിൽ അവർ കിടന്ന കിടക്കരികിലേക്ക് എന്നിരിക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് നിന്നെയാണ്. ഇപ്പോഴും എനിക്ക് നിന്നോട് തന്നെയാണ് സ്നേഹം.
എന്റെ ഇമോഷൻ പുറത്തു വന്നപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയതാണെന്ന്. പക്ഷേ അനുമോൾ അവരുടെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഉറങ്ങണം, ഇത് പറഞ്ഞവർ പുതപ്പിട്ട് മൂടിക്കിടന്നു. എന്തായാലും ഞാൻ കൂടുതൽ വിശദീകരണത്തിന് പോകുന്നില്ല. അനുമോളുടെ വായിലൊന്നു വീണ വാക്ക് അതെന്താണ് എന്നറിയുവാൻ പ്രേക്ഷകർക്ക് അതിയായിട്ടുള്ള ആകാംക്ഷയുണ്ടാവും. പുറം ലോകം അറിഞ്ഞാൽ ശൈത്യം നാറുമെന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്നും അത് ഞാൻ പുറത്തു പറഞ്ഞില്ല, അത് എന്റെ ക്വാളിറ്റിയാണ് എന്നവർ പറഞ്ഞതും ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകും. ചുരുക്കി പറഞ്ഞാൽ വള്ളി വലിച്ച് തലയിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ തന്നെ അങ്ങ് അനുഭവിച്ചാൽ മതി. ഈ ഒരച്ചു തന്ന ഒരൊറ്റ ആൾക്കാരും കൂടെ കാണില്ല ഇത് കുടിക്കാൻ. ശൈത്യം ഒറ്റയ്ക്ക് കുടിക്കേണ്ടി വരും.